ഹായ്, സീസൺ 6 ഡേ നമ്പർ 8. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ പക്ഷെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു ടൈമായിരുന്നു ഇന്നലത്തെ ഡേ നമ്പർ 8. മെയിനായിട്ട് നിന്ന ഹീറോ ആയിട്ട് നിന്നത് പക്രു അല്ല, മുടിയൻ ഋഷി. സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ അത് ആക്ടിങ് അല്ല, ഇമോഷണൽ ഭയങ്കരമായിട്ട് അവൻ എക്സ്പ്രസ് ചെയ്തു. പക്ഷെ അവൻ്റെ ആ ഇമോഷനെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്നു. അവൻ്റെ ആക്ഷൻസ് സൂപ്പറാണ്. ഇടയിൽ നിന്നുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു, പക്ഷെ അത് അനിവാര്യമായ കുത്തിത്തിരിപ്പുകളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജാൻമണി, ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയിലും 2 ക്യാരക്ടേഴ്സാണ്, ജാൻമണിയും ഋഷിയും. അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഇതില്ല എന്നല്ല, പക്ഷേ അവരവരുടെ സ്ട്രെയിറ്റ് ഫേസാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ യമുന റാണിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. യമുന റാണി വിചാരിക്കുന്ന എന്തോ ഒരു ടേം ജാസ്മിനിൽ എന്തോ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് പുറത്ത് എന്നൊരു തോന്നലാണ് യമുന റാണി ജാസ്മിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ യമുന റാണി ഫെയില്യൂർ ആകാനാണ് ചാൻസ്. ശ്രീരേഖയുടെ ഒരു കുതന്ത്രക്കളി അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജാസ്മിനോടുള്ള എന്തോ ഒരു എതിർപ്പ് ശ്രീരേഖയ്ക്കുണ്ട്. ഒരു പക്ഷേ അത് അവരുടെ ആ പ്രണയ നാടകങ്ങൾ കണ്ടിട്ടുള്ള വെപ്രാളമായിരിക്കാനാണ് ചാൻസ്. ശ്രീരേഖ ഒരു വികാര ജീവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തിയുടെ ആ വികാരത്തിൻ്റെ അധീക്ഷണതയിൽ പുള്ളിക്കാരത്തിക്ക് ഈ ഒരു പെങ്കൊച്ചും അവനും കൂടെ കാണിക്കുന്ന പ്രേമ നാടകം കണ്ടപ്പോൾ ഗുസുമ്പാണ്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരു സ്പെസിഫിക് റീസൺ ജാസ്മിനെതിരെ ശ്രീരേഖ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആദ്യം തന്നെ ജാസ്മിൻ ശ്രീരേഖയെ ഒന്ന് ടാർഗറ്റ് ചെയ്തിരുന്നു. ശ്രീരേഖയുടെ സ്പേസ് കവർന്നെടുത്ത് കിടന്ന് വെപ്രാള പിടിക്കുന്ന ഒരു ബഹളം വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അർഹിക്കുന്ന റെസ്പെക്റ്റ് എനിക്ക് കിട്ടിയില്ല എന്നുള്ള വൈരാഗ്യവും ആവാം. 2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ അത്രയും പഴയ ഒരു വൈരാഗ്യം മനസ്സിൽ വെക്കുമോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ്. ഇതായിരിക്കാനാണ് ചാൻസ്. എന്ത് തന്നെ ആയിരുന്നാലും ജാസ്മിനെ ശ്രീരേഖയ്ക്ക് ഇഷ്ടമില്ല, അപ്സരയ്ക്കും തീരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും സമയോചിതമായി പണി കൊടുക്കും എന്നുള്ളത് തർക്കമേ ഇല്ല. അർജുൻ ഒരു സൈലൻ്റ് കണ്ടസ്റ്റൻ്റായി മാറിയിരിക്കുന്നു. ഒന്നിനും കൊള്ളാത്തൊരു പഴം വിഴുങ്ങിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല വ്യക്തിത്വമാണ്, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ആക്ഷൻസ് ഇൻഡീഡായ സ്ഥലങ്ങളിൽ അയാൾ അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിച്ചു. കഴിഞ്ഞ ആഴ്ച നമുക്ക് തോന്നിയിരുന്നു ഇങ്ങനൊരു അവസ്ഥ, പക്ഷെ അത് ക്യാപ്റ്റൻ ആയതുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ അല്ല, പുള്ളി അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലായി. ഒരിടത്തും വേണ്ട സ്ഥലത്തൊന്നും കൃത്യമായി ആക്ഷൻ നടത്തുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അർജുൻ. സോ അർജുൻ ഈസ് നോട്ട് ഓക്കെ. അർജുനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നടന്നത് എന്താണെന്ന് ചെറുതായിട്ട് പറയാം. ജാസ്മിനെ ഈ ബിഗ് ബോസിലെ ഈ പവർ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഈ ഒരു നോമിനേഷനിൽ നിന്ന് അവർ അവോയ്ഡ് ചെയ്യും. പവർ റൂമിലുള്ളവർക്ക് നോമിനേഷൻ ഇല്ല. അപ്പോൾ പവർ റൂമിലേക്ക് കയറി പറ്റുക എന്നുള്ളത് ജാസ്മിൻ്റെ ആവശ്യമാണ്. ഗബ്രിയെ ചാക്കിട്ട് പിടിച്ചതും അതിന് തന്നെയാണ്. ഗബ്രി അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഓക്കെ, ഞാൻ അവനെ ഇത്തിരി സഹിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് കയറിക്കൂടുക എന്നുള്ളതിന് ഗബ്രിയെ അവൾ കരുവാക്കുന്നു. ഗബ്രിയെ അവൾ നന്നായി ഉപയോഗിക്കുന്നു. അതറിയാത്തൊരു വാഴ തന്നെയാണ് ഗബ്രി എന്ന് മനസ്സിലാക്കുന്ന ഋഷിക്കാണ് ഇറിറ്റേഷൻ വരുന്നതും. ഗബ്രിക്കെതിരെ ഈ പറയുന്ന ഋഷി ഭയങ്കരമായി റോക്കിയോട് കാര്യങ്ങൾ പറയുന്നു. റോക്കിയെടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ഋഷിയുടെ വായിൽ വരുന്ന വാക്കുകൾ വളരെ വൃത്തികെട്ട രീതിയിലാണ്. ആ പെൺകുട്ടിയെ എടി പൊടി വാടി ആ ഒരു ടേം ഋഷി അവോയ്ഡ് ചെയ്യണം. എന്ത് തന്നെ ശത്രുതാപരമായിട്ടായാലും ഋഷിയുടെ കുടുംബത്തിനെയും ഋഷിയുടെ വീട്ടിലുള്ള അവസ്ഥയെയും അത് ചിത്രീകരിക്കും. ഋഷി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷോ കോടിക്കണക്കിന് ആളുകൾ കാണുന്നതാണ്, ആൻഡ് ദേ വിൽ അനലൈസ്. അവർ നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി കൊടുക്കും. ആ രീതിയിൽ ഋഷി തകരാറിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ജാസ്മിനേക്കാൾ പ്രോബ്ലത്തിലാണ് ഋഷി ഉള്ളത്. ജാസ്മിന് ഓൾറെഡി പുറത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ടാങ്കോ ഗേളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അതിന് പുതുതായിട്ടൊരു സാധനമൊന്നും കൊണ്ടു കൊടുക്കണ്ട. വിവാഹ എൻഗേജ്മെൻറ്റ്, പിന്നെ അതിനകത്തുള്ള സെപ്പറേഷൻ, ഒരുപാട് തേപ്പുകൾ, ഇതൊക്കെ അവൾ തന്നെ അവളുടെ ചാനലിൽ കൂടെ റിവീലാക്കിയ സാധനമാണ്. അപ്പോൾ തേപ്പ് പ്രേമമൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അതിനകത്ത് വലിയൊരു കഴമ്പൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഓവർകം ചെയ്യാൻ അവൾക്കറിയാം എന്ന് അവൾ പറയുന്നൊരു വാക്കുണ്ട്, ഒരു നിമിഷം മതി എനിക്ക് ഇമോഷണലി നിന്നെ തകർക്കാൻ. മറ്റുള്ളവരുടെ ഇമോഷനിൽ ടച്ച് ചെയ്ത് അവരെ തകർക്കാൻ അവളെ കൊണ്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ വെളുക്കുന്ന ക്രീം തേച്ച് ഒത്തിരി പേർക്ക് കിഡ്നി നഷ്ടപ്പെട്ടു എന്ന ഒരു അറിവ് വരുമ്പോൾ ആ സാധനത്തിനെ പിന്നെ എന്ത് കാരണം കൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. പക്ഷേ ജാസ്മിന് മറ്റുള്ളവരുടെ കിഡ്നി നഷ്ടപ്പെടുന്നതോ മറ്റുള്ളവരുടെ ലൈഫ് പ്രോബ്ലം ആകുന്ന ഒന്നും വിഷയമല്ല. തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഇമോഷണലി അറ്റാക്ക് ചെയ്ത വ്യക്തിയാണ് ജാസ്മിൻ.
അപ്പോൾ ജാസ്മിൻ്റെ ക്യാരക്ടറിനെ പറ്റി പുറം സമൂഹത്തിന് നല്ല ഒരു പിടിപാടുണ്ട്. അതിനി ഇപ്പോൾ മുടിയനായിട്ട് വന്ന് മാറ്റി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മുടിയൻ്റെ ക്യാരക്ടർ അത് നാശം ആകും. അതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. എടി പോടി എന്നുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള വൃത്തികെട്ടവളെ എന്നുള്ള വൃത്തികെട്ട രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഒരു സ്ത്രീക്ക് നേരെ പറയുമ്പോൾ സ്ത്രീ സമൂഹം മുടിയനെതിരെ തിരിയും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ബാക്കി മുടിയൻ്റെ ഇഷ്ടം. പിന്നെ ഇനി ഒരു കാര്യം കൂടെ, മുടിയൻ പറഞ്ഞതിൽ മുടിയൻ അധികം വേദനയുണ്ടായി. അത്രയും ദേഷ്യത്തിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. കാരണം എത്രയേ ഉള്ളൂ, ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ ജാസ്മിനും ഗബ്രിയും കാണിച്ച ആ ത്വര അത് നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അത് പൊതുസമൂഹമാണ് നോട്ട് ചെയ്യേണ്ടത്. അത് ബിഗ് ബോസ് അത് എടുത്തു കാണിച്ചതിൻ്റെ റീസണും ജാസ്മിൻ ഗബ്രിയുടെ പ്ലേ അതിനകത്തുണ്ട്. അവർക്ക് പുറത്ത് നിൽക്കുന്ന ജെന്യുവനായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയെ അവർക്ക് ചൂസ് ചെയ്യാം. ഒന്നിലും പെടാതെ അവൻ ഫെയർ പ്ലേ കളിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവനെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ തന്നെയാണ് നമ്മൾ നോമിനേഷൻ കൊടുക്കേണ്ടത്. നമുക്ക് ശത്രുവായി നിൽക്കുന്ന ഒരാൾക്ക് ജെന്യുവനായ ഒരു കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാം. പക്ഷെ അവിടെ ജെന്യുവിനിറ്റി ഇല്ലായിരുന്നു ഈ നോമിനേഷനിൽ എന്നുള്ളത് മനസ്സിലാക്കി ജാൻമണി അതിനെതിരെ സംസാരിക്കുന്നു. പവർ റൂമിൽ ഇവർ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ജാൻമണിക്ക് ഒബ്ജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പവർ റൂം തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുക സ്വാഭാവികമാണ്. ശ്രദ്ധയിൽപ്പെട്ട കാര്യം പലരും ചോദിക്കുകയും സ്വാഭാവികമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്ത ജാൻമണി തെറ്റുകാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുണ്ടണി പരദൂഷണം ഏഷണിയൊന്നുമല്ലല്ലോ നടത്തിയത്. പിന്നെ ജാസ്മിനും ഗബ്രിയും ജാൻമണിയോടാണ് പ്രതികാരം പറയുന്നത്. നിങ്ങൾ അതിനകത്ത് നടന്ന കാര്യം എന്തിന് പുറത്തു പറഞ്ഞു? അതിനകത്ത് എന്ത് നടന്നാലും കോടിക്കണക്കിന് ജനങ്ങൾ കാണുമ്പോൾ അത് പ്രശ്നമില്ല. ജാൻമണി പുറത്തുള്ള കണ്ടസ്റ്റന്റിനോട് പറഞ്ഞതാണോ പ്രശ്നം? അത് പറയുക എന്നുള്ളതാണ് ജാൻമണിയുടെ ഉത്തരവാദിത്തം. അവർ പെർഫെക്റ്റ്ലി നല്ലൊരു മത്സരാർത്ഥിയാണ്. അവർക്ക് നല്ല ബോധമുണ്ട്. അത്രയും ജനങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഞാനും കൂടെ ഈ ഒരു സാധനത്തിൽ പോയി പെട്ടാൽ നിങ്ങൾ തെളിക്കുന്ന തേരിനൊപ്പം നീങ്ങുക എന്നുള്ളത് ജാൻമണിയുടെ ഇത്. ഓരോരുത്തരും ഓരോ വ്യക്തിത്വമാണ്. നിങ്ങൾ അവരവരുടെ വ്യക്തിത്വത്തിൽ കളിക്കുന്നതാണ് പെർഫെക്റ്റ്. ജാസ്മിനും ഗബ്രിയും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൂട്ടായ്മയാണ് വിജയിക്കുന്നത്. നിങ്ങളുടെ കൂട്ടായ്മയാണ് അവിടെ വിജയിക്കുന്നതെങ്കിൽ രണ്ടുപേരും ഫെയില്യൂർ ആണെന്നാണ് പൊതുജനത്തിന് മനസ്സിലാവുക. ഗബ്രി അവളുടെ കയ്യിൽ വെറും ഒരു പാവയായി മാറിയിരിക്കുന്നു. ഗബ്രിയുടെ ക്യാരക്ടർ ഫിനിഷ്ഡ്. ഗബ്രിക്ക് ഒരിടത്തും ഒരു രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒരു വഴക്കിലേക്കും അവൻ വരുന്നില്ല. ഒന്നിലുമില്ല. ഒന്നിനും ചെയ്യാതെ വെറും ഒരു മടിയനായി ഇരിക്കുന്നെന്ന് പറഞ്ഞൊരു അവാർഡ് വരെ കൊടുത്ത് അവൻ്റെ ഉള്ളിലുള്ള വൃത്തികേടിനെ തുറന്നു കാണിക്കുന്നുണ്ട് ബിഗ് ബോസ്. പക്ഷെ അപ്പോഴും തനിക്ക് എന്താണ് അമളി പറ്റിയിരിക്കണമെന്ന് തിരിച്ചറിയാതെ പ്രേമ നാടകത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഗബ്രി നന്നായി കളിച്ചാൽ, നല്ല പെർഫോമൻസ് ചെയ്താൽ എത്രയോ പെൺകുട്ടികൾ പുറത്ത് ഇതിനേക്കാൾ ഏബിളായ കുട്ടികൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതൊരു പാട്ടിലൂടെ ഞാൻ പറയാം. നമ്മൾ സിനിമാ പാട്ട് തന്നെ ഇതുപോലെ ഒരെണ്ണമുണ്ട്. നമ്മൾ ഈ പെണ്ണുങ്ങളുടെ പിറകെ പോകുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ സക്സീഡ് ആകുന്നത്. കരിയറിൻ്റെ പിറകെ പോവുക. കരിയർ ഡെവലപ്പായാൽ, കരിയർ സക്സസ് ആയാൽ 100 പെണ്ണുങ്ങൾ നിങ്ങളുടെ പിറകെ വരും. അതാണ് വേണ്ടത്. നമ്മളെ തേടി വരുന്നവരെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ തേടി പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഗതികേടാണ്. അത്രയേ ഉള്ളൂ. ഉള്ള വിശ്വാസമില്ലായ്മ കൊണ്ടാണ് ഈ സാധനത്തിൻ്റെ കൂടെ തനിക്ക് കയറിയിരിക്കേണ്ടി വരുന്നത്. പുറത്ത് അവളെപ്പറ്റി ചെറുതായെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഈ ഗതി നിനക്ക് വരത്തില്ലായിരുന്നു. ഏതായാലും സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് രണ്ടുപേരും പറയാൻ പോകുന്നത് നിങ്ങൾ രണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നായിരിക്കും പറയാൻ പോകുന്നത്. അത് 100% ഉറപ്പാണ്. നല്ല സൗഹൃദം നന്നായിരിക്കട്ടെ, ഞങ്ങളെല്ലാം വിശ്വസിച്ചു, ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ജാസ്മിൻ നന്നായി പ്ലേ ചെയ്യുന്നുണ്ട്. ഗബ്രിക്ക് ലൂസ് ആകുന്നത് ഗബ്രി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നുള്ള ആ മാറ്റമാണ്. ഗബ്രിയോ ജാസ്മിനെയോ പവർ റൂമിലായാൽ പോലും പുറത്താക്കത്തില്ല. നിങ്ങൾ പുറത്താകില്ല. കാരണം നിങ്ങളാണ് അവിടുത്തെ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ കണ്ടന്റ് തരുന്ന ആളാണ് ജാസ്മിൻ. ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡിന് മുഖത്തടി കൊടുത്തത് ഋഷി എന്തുകൊണ്ട് വയലൻ്റ് ആയെന്ന് പറഞ്ഞാൽ, താൻ സുഹൃത്തെന്ന് കരുതിയ ഗബ്രി ഒരു പെണ്ണിൻ്റെ വിരളാട്ടത്തിൽ നിന്നുകൊണ്ട് തനിക്കെതിരെ ഇങ്ങനെയൊരു ഗൂഢാലോചന നടത്തി എന്നറിയുന്ന ഒരു സുഹൃത്തിൻ്റെ വൈഷമ്യമാണ് അവിടെ ഋഷി കാണിച്ചത്. അത് ഭയങ്കരമായി സ്ട്രെസ്സ് കൊടുക്കും. മറ്റുള്ളവരുമായി സംസാരിച്ചാലേ അത് മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൊബൈലുമായിട്ട് കുറച്ച് നേരം ഇരിക്കണം, വേറെ എന്തിലെങ്കിലുമൊക്കെ മനസ്സ് പോകണം. അങ്ങനെ ഒരു അവസ്ഥ ആ റൂമിലോ ആ വീട്ടിലോ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ റിയാക്ഷൻ ആ തരത്തിലായിരിക്കും. ഏതായാലും അത് കോംപ്രമൈസ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കരുതേണ്ട ഒരു കാര്യമാണ്. പലയിടങ്ങളിലും നമ്മുടെ ചേർന്ന് നിന്ന് നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർ നമുക്കിട്ട് പണി തരുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ ഇതെന്താണെന്ന് എനിക്ക് ഋഷി പറയാതെ അറിയാം. ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ജാസ്മിൻ കാരണം ഒരുപാട് പേർ അവരെ കരയിക്കും. അവളുടെ സ്ട്രാറ്റജി അതാണ്. അതവിടെ അഭിനയമല്ല, അത് അവൾ അങ്ങനെയാണ്, അവൾക്ക് അങ്ങനെ അറിയാം.
മറ്റുള്ളവരുടെ വീക്ക് പോയിന്റ്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ വിഷമതകൾ, ഇതൊക്കെ തന്നെ അവൾ ഞോണ്ടി കുത്തി വെളിയിലാക്കി അവരെ വിഷമിപ്പിച്ച് അവരെ നശിപ്പിക്കുക എന്നുള്ളത് അവളുടെ സ്ഥിര രീതിയാണ്. അവളുടെ കുടുംബത്തിലും അങ്ങനെയാണ്, പുറത്തും അങ്ങനെയാണ്, മൊത്തത്തിൽ അവൾ അങ്ങനെയാണ്. അതിനെതിരെ പ്രത്യേകിച്ച് ഒരു പുതിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരും അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. ഋഷിയുടെ അടുത്തത് പറഞ്ഞതിന് ജാൻമണിയെ കുറ്റപ്പെടുത്തുന്ന ഈ ജബ്രിയോട് എൻ്റെ ഒരു ചോദ്യം, താൻ ചെയ്തത് ശരിയാണോ? തൻ്റെ സുഹൃത്ത് തന്നെയല്ലേ അത്? തൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ ചതിക്കേണ്ട കാര്യം എന്താണ്? ഒരു ജെന്യുവനായ റീസൺ വരുമ്പോൾ തനിക്ക് അയാളെ പറയാം. അവൻ അപ്പോഴും പറയുന്നു, എന്നെ എലിമിനേഷൻ ചെയ്തതല്ല എൻ്റെ ദേഷ്യം. എല്ലാവരോട് ചേർന്നത് പറയുമ്പോൾ സൈലൻ്റായി യെസ് ഓക്കെ എന്ന് പറയുന്നതിന് പകരം നിങ്ങളാണ് ആ എലിമിനേഷൻ സാധനം അവിടെ ഇട്ടു കൊടുക്കുന്നത്. അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും നിങ്ങൾ അതിൽ ഉറച്ചു നിന്നു. ജാൻമണിയെ കൊണ്ട് അത് ഉറപ്പിച്ച് പറയിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. നിങ്ങളുടെ പ്ലേ അവിടെ സക്സസ് ആയില്ല, ജാൻമണി എതിർത്തതുകൊണ്ട്. ശ്രീരേഖയെ എതിർക്കുന്നോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നോ എനിക്കറിയത്തില്ല. മറ്റേ പെൺകുട്ടി തീർച്ചയായിട്ടും ശ്രീരേഖയ്ക്ക് എഗൻസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ശ്രീരേഖ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് യമുന റാണി പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലായത്. പിന്നെ ജിൻഡൂട്ടൻ പാവം കേട്ടോ, സത്യത്തിൽ അത് മണ്ടനായി അഭിനയിക്കുന്നതാണോ ഒരു മണ്ടനാണോ എന്ന് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് എലിമിനേഷനിൽ ജിൻഡൂട്ടൻ പുറത്തു പോകാനാണ് ചാൻസ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം നല്ലൊരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പ്ലേ അറിയാത്ത അതിനകത്ത് പെട്ടുപോയ ഒരു കോമഡി പീസായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തത്. പിന്നെയുള്ള ആരാണ്? ആ നിഷാന പുറത്തു പോകാൻ തന്നെ നിൽക്കുന്നതാണ്. പുറത്തേക്ക് പോകേണ്ട ആൾ തന്നെയാണ്, അതിനകത്ത് തർക്കമേ ഇല്ല. ഷീ ഡോണ്ട് വാണ്ട് ദാറ്റ് പ്ലേ. അവൾക്ക് ഇഷ്ടമില്ല, അവൾക്ക് മനസ്സിലായിട്ടില്ല, അവൾ അപ്സെറ്റാണ്, അവൾ പുറത്ത് പോകുന്നതാണ് നല്ല. കരച്ചിൽ നാടകവുമായി നിൽക്കുന്ന ടാങ്കോ ഗേൾ അടുത്ത കുട്ടി വെരി ഗുഡ്. അത് മറ്റൊരു വേർഷനാണ്, പക്ഷെ ഇമോഷണലി ഡൗൺ ആണ്. അതിൻ്റെ കാരണം ഇവർ രണ്ടുപേരും വന്ന ഒരേ പ്രൊഫഷൻ, ഒരേ സാധനം, ഒരേ രീതിയിൽ ഇൻഫ്ലുവൻസർ എന്ന് പേര് കേട്ട ജാസ്മിനും ഇവളും വന്നു. ജാസ്മിൻ സ്കോർ ചെയ്യുന്നു, തന്നെ കൊണ്ട് ആ ഇതിലേക്ക് എത്താൻ പറ്റുന്നില്ല, തനിക്ക് അവിടെ ഒരു ലവ് പാർട്ട്ണറെ കിട്ടിയിട്ടില്ല. സോ ഓൾ ഇൻ ടോട്ടൽ അവൾ നല്ല ഡെസ്പാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് പുറത്ത് നടക്കുന്ന എന്തൊക്കെയോ ലിങ്കോ ഹിൻഡോ ഒക്കെ പുള്ളിക്കാർക്ക് കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും ആകെ മൊത്തത്തിൽ ഡൗണോ ഡൗൺ ഡൗണോ ഡൗൺ നോറ. ബാക്കി റസ്മീന ഇടയ്ക്ക് ഒരു കുൽസിതം കാണിച്ചിട്ടുണ്ട്, അറിയാം, കമ്മിങ് ഡേയ്സിൽ അതറിയാം. എന്നാലും ഒരു സൂചന തരാം. പവർ റൂമിലേക്ക് ഇവർ രണ്ടുപേരും കയറിയപ്പോൾ ആസ് യൂഷ്വൽ ഗബ്രിയുടെ വലം കൈയായ റുസീന ആ കുട്ടീനെയും കൂടെ കൊണ്ടുപോയി. അതിലിപ്പോൾ ഒരു പണിഷ്മെൻറ്റ് കിട്ടി. ഫ്ലോർ ക്ലീനിങ് ഫുൾ അവളെ കൊണ്ട് ചെയ്യിക്കാനായിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നല്ല ഫ്ലോപ്പി സ്റ്റോറിയാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയിട്ടുള്ളത്. കൂട്ടുകൂടുമ്പോൾ നമ്മൾ കൂട്ടുകൂടുന്ന സൗഹൃദങ്ങൾ കൃത്യമാണോ അല്ലയോ എന്ന് നോക്കി കൂട്ടുകൂടിയില്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ അപമാനിക്കപ്പെടും എന്നുള്ളത് തെളിവാണ്. ഞാൻ വലിയൊരു തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ റെക്സീന ഫെയിലുവറാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് നല്ല ആറ്റം ബോംബ് കുത്തു കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ ചെയ്യാൻ ഉത്സാഹിക്കുന്നുണ്ട്, എത്തിപ്പെട്ടാൽ ഓക്കെ. ആദ്യത്തെ പെർഫോമൻസിൽ ഒന്നും പറയാനില്ല, മാസീവായിരുന്നു. ബാക്കിയുള്ളതിലും അതുണ്ടാകട്ടെ, മുന്നോട്ട് തന്നെ പോകട്ടെ. വികാരജീവി ശ്രീരേഖ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൗൾ പ്ലേ കളിക്കുന്നുണ്ട്, ഭയങ്കര ബോറായിട്ട് തോന്നി. ജാസ്മിനെതിരെയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമായി ഓപ്പണായി പറഞ്ഞിട്ട് പിന്നീട് ജാസ്മിനെ കൺവിൻസ് ചെയ്യാൻ പോയി പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ പോയിന്റിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ക്യാരക്ടർ ഉണ്ടെന്ന് പറയാം. പക്ഷേ പുള്ളിക്കാരത്തി കൺവിൻസിങ്ങിനായിട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ശ്രീരേഖയുള്ള മതിപ്പ് മാറിക്കിട്ടി. താങ്ക് യു. പിന്നെ ഇനി കുറേയധികം കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നെക്സ്റ്റ് ഡേയിൽ പറയുന്നതായിരിക്കും. ഡേ 8 എനിക്ക് കണ്ട വിഷയം ഇത് തന്നെയാണ്. മെയിനായിട്ടുള്ളത് ഋഷിക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഋഷി പൊട്ടിത്തെറിച്ചിട്ടോ അവരെ വാഴയെന്ന് വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ അതിന് എതിർത്തിട്ടോ ഒന്നും കാര്യമില്ല. പ്രൊവോക്കേഷൻ കണ്ടിട്ട് വീണ്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പോകുന്ന ജാസ്മിന് വിവരമില്ല എന്ന് ഞാൻ പറയും. ചെയ്ത തെറ്റ് അംഗീകരിച്ച് മാപ്പ് പറയുന്നതാണ് ഏറ്റവും നല്ല വ്യക്തിത്വം. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നവർ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. അവർ കൂടുതൽ നാണക്കേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇത് ന്യായീകരണം നടത്താൻ പറ്റിയ ഒരു സെക്ഷനേ അല്ല. പവർ റൂമിൽ കയറി നോമിനേഷൻ കൊടുത്ത ഈ പറഞ്ഞ ഋഷി നോമിനേറ്റ് ചെയ്യപ്പെട്ടാലും പുറത്താവില്ല. കാരണം ഋഷി നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, പുറത്ത് നല്ല അക്സെപ്റ്റൻസ് ഉള്ളൊരു കുട്ടിയാണ്. അവന് തീർച്ചയായിട്ടും വോട്ടുകൾ ഉണ്ടാവും. എൻ്റെ വോട്ട് ഋഷിക്ക് തന്നെയാണ്. ഋഷി പുറത്താകരുത്, അതൊരു ആഗ്രഹമാണ്. മാത്രമല്ല ജാസ്മിനും പുറത്താകരുത്. ജാസ്മിൻ അവിടെ വേണം. ജാസ്മിൻ കൂടുതൽ റിവീൽ ആകട്ടെ. ഞാൻ പറഞ്ഞപ്പോൾ പലരും പലയിടങ്ങളിലും കമൻ്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് തന്നെ ധാരാളം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്ന് എന്നെ അടിക്കാൻ കയറിയ ഇവരുടെ സൈബർ കൂട്ടം, അവരോട് നല്ല മറുപടി തന്നെയാണ് ജാസ്മിൻ കൊടുക്കുന്നത്. ഞാനതാ പറഞ്ഞത്, ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ പൊതുജനത്തിന് മനസ്സിലാകും അതിനകത്ത് എന്താണ്. അവരുടെ മുഖപടം അഴിച്ചു കളയാൻ ബിഗ് ബോസിന് സാധിക്കുമെന്നുള്ളത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. കപ്പും കൂടെ അവർക്ക് കൊടുത്താൽ പെർഫെക്റ്റ്ലി ഡൺ. താങ്ക് യു.